السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം അല്ലെങ്കിൽ ഉത്തരവ്, നോമ്പുകാരനായ ഒരാള് നല്ല ചൂടുള്ള വെയിലുള്ള ഒരു ദിവസത്തിൽ വേറൊരാൾ തണൽ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അൽ ബിർ അല്ലെങ്കിൽ നന്മ, അതല്ലെങ്കിൽ സൂക്ഷ്മത, ഇതിലൊന്നും പെട്ടതല്ല യാത്രക്കാരൻ നോമ്പ് പിടിക്കുക എന്നുള്ളത്. നിർബന്ധമുള്ള കാര്യം അല്ല. ഖൗലുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിമൻ ളുല്ലില അലൈഹി വഷ്തദ്ദൽ ഹർറു ലൈസ മിനൽ ബിർരി അസ്സിയാമു ഫിസ്സഫർ. ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്രയിൽ ആയിരുന്നു. അദ്ദേഹം അപ്പോൾ ഒരു കൂട്ടം ആളുകളെ കണ്ടു. ഒരു ആളെ അവർ തണലിട്ട് കൊടുത്തിരിക്കുക. ആരെങ്കിലും നമ്മളുടെ ഇപ്പോഴത്തെ കാലത്തെ രീതിയിൽ പറഞ്ഞാൽ ഒരു പണിക്കാരനോ അല്ലെങ്കിൽ കൂടെയുള്ള സഹായിയായ ഒരാളോ കുട ചൂടി കൊടുക്കുന്നു. അതിലൊരാളെ അതുപോലെ തണലിട്ട് കൊടുത്തിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് അവിടെ കാര്യം, എന്താണ് അവിടെ സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഈ ആൾ നോമ്പ് പിടിക്കുകയാണ് എന്ന് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് അൽ ബിർ അല്ലെങ്കിൽ നന്മ അല്ലെങ്കിൽ അങ്ങേയറ്റത്തെ മഹത്വം അല്ലെങ്കിൽ സൂക്ഷ്മതയിൽപ്പെട്ടതല്ല യാത്രക്കാരൻ നോമ്പ് പിടിക്കുക എന്നുള്ളത്. അൻ ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹും ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫരിൻ ഫറഅ സിഹാമൻ വറജുലൻ ഖദ് ളുല്ലില അലൈഹി ഫഖാല മാ ഹാദാ ഫഖാലു സ്വായിമുൻ ഖാല ലൈസ മിനൽ ബിർരി അസ്സൗമു ഫിസ്സഫർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ പരസ്പരം കുറ്റപ്പെടുത്തിയിരുന്നില്ല. കുറച്ച് പേര് നോമ്പ് പിടിക്കുകയും കുറച്ച് പേര് നോമ്പ് പിടിക്കാതിരിക്കുകയും ചെയ്തു. അപ്പോൾ നോമ്പ് പിടിച്ചവർ പിടിക്കാത്തവരെയോ അതല്ലെങ്കിൽ നോമ്പ് പിടിക്കാത്തവർ പിടിച്ചവരെയോ കുറ്റപ്പെടുത്തിയിരുന്നില്ല. അത് സ്വന്തം ഇഷ്ടം ആയിരുന്നു. അതിന് പ്രത്യേകിച്ച് ഫത്വയോ സുന്നത്തോ അങ്ങനെയുള്ളതൊന്നുമില്ല. രണ്ടും അനുവദനീയമാണ്. ലം യഅബ സ്വഹാബുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദുഹും ബഅദൻ ഫിസ്സൗമി വൽ ഇഫ്താർ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഞങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരു യാത്രയിൽ ആയിരുന്നു. നോമ്പ് പിടിച്ചവർ നോമ്പ് പിടിക്കാത്തവരെ കുറ്റപ്പെടുത്തിയില്ല, അതുപോലെ നോമ്പ് പിടിക്കാത്തവർ നോമ്പ് പിടിച്ചവരെയും കുറ്റപ്പെടുത്തിയില്ല. അൻ അനസ് ഇബ്നു മാലിക്കിൻ ഖാല കുന്നാ നുസാഫിറു മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലം യഅബിസ് സായിമു അലൽ മുഫ്തരി വലൽ മുഫ്തറു അലസ് സായിം. ആരെങ്കിലും യാത്രയിൽ നോമ്പ് മുറിച്ചാൽ അത് പബ്ലിക്കായിട്ട് പരസ്യമായിട്ടാണ് ചെയ്യുന്നത്, ആളുകൾ കാണാൻ വേണ്ടിയിട്ട്. മൻ അഫ്തറ ഫിസ് സഫരി ലിയറാഹുന്നാസ്. താവൂസ് വിശദീകരിക്കുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അൽ മദീനയിൽ നിന്നും മക്കയിലേക്ക് യാത്ര പോയി അദ്ദേഹം നോമ്പിൽ ആയിരുന്നു. ഉസ്ഫാൻ എന്ന സ്ഥലത്ത് എത്തുന്നത് വരെ അങ്ങനെയായിരുന്നു. അവിടെ വെച്ച് അദ്ദേഹം വെള്ളം ചോദിച്ചു, കൈ കഴുകി, ആളുകൾ കാണാൻ പാകത്തിന് നിന്നു അല്ലെങ്കിൽ വെള്ളം പൊക്കി പിടിച്ചു, എന്നിട്ട് അദ്ദേഹം നോമ്പ് മുറിച്ചു. മക്കയിൽ എത്തുന്നതുവരെ അതിനുശേഷം അദ്ദേഹം നോമ്പ് പിടിച്ചില്ല. ഇത് റമളാൻ മാസത്തിൽ ആയിരുന്നു. ഇബ്നു അബ്ബാസ് പറയാറുണ്ടായിരുന്നു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോഴൊക്കെ നോമ്പ് പിടിച്ചിട്ടുണ്ട്, ചിലപ്പോഴൊക്കെ നോമ്പ് പിടിക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം യാത്രയിൽ ആയിരിക്കുമ്പോൾ. അതുകൊണ്ട് ആരെങ്കിലും നോമ്പ് പിടിക്കരുത് എന്നുദ്ദേശിച്ചാൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. 1946 ഹദീസിന്റെ വിശദീകരണം, യാത്രക്കാരന് നോമ്പ് പിടിക്കുകയോ പിടിക്കാതിരിക്കുകയോ ചെയ്യാം. രണ്ടും ഒരേപോലെ ആണ്. ഒന്ന് കൂടിയ സ്ഥാനം അല്ലെങ്കിൽ പിടിച്ചത് നന്നായിരിക്കും എന്നൊന്നുമില്ല. ശക്തനായ ആരോഗ്യമുള്ള ഒരു ആൾക്ക് യാത്രയിലാണെങ്കിലും നോമ്പ് പിടിക്കാം, അതുപോലെ ആരോഗ്യമില്ലാത്ത രോഗിയായ ഒരാൾക്ക് നോമ്പ് പിടിക്കാതിരിക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം അത് നന്മയിൽ അല്ലെങ്കിൽ അൽ ബിറിൽ പെട്ടതല്ല നോമ്പ് പിടിക്കുക എന്നുള്ളത് യാത്രക്കാരന്. അപ്പോൾ അത്ര വലിയ നിർബന്ധമുള്ള അല്ലെങ്കിൽ പുണ്യപ്രവൃത്തിയൊന്നും അല്ല എന്നാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. ഈ കാര്യത്തിൽ അങ്ങനെ എടുക്കാവുന്നതാണ്. ഒരാൾ രോഗിയോ അല്ലെങ്കിൽ ആരോഗ്യക്കുറവോ ഉള്ള ആളാണെങ്കിൽ നോമ്പ് പിടിച്ചാൽ അവന് ബുദ്ധിമുട്ടുണ്ടാവും എന്ന് ഉള്ളത് കൊണ്ട് അത് ഒഴിവാക്കാവുന്നതാണ്. അങ്ങനെയുള്ള സമയങ്ങളിൽ നോമ്പ് പിടിക്കാതിരിക്കുക. മാത്രമല്ല, അള്ളാഹു അവൻ്റെ അടിമകളെ കഷ്ടപ്പെടുത്താനോ പരിധിക്കപ്പുറം ബുദ്ധിമുട്ടിക്കാനോ ഉദ്ദേശിക്കുന്നില്ല. عن طاووس عن ابن عباس رضي الله عنهما قال خرج رسول الله صلى الله عليه وسلم من المدينة إلى مكة فصام حتى بلغ عسفان ثم دعا بماء فرفعه إلى يده ليراه الناس فافطر حتى قدم مكة وذلك في رمضان. فكان ابن عباس يقول قد صام رسول الله صلى الله عليه وسلم أفطر فمن شاء صام ومن شاء أفطر. അല്ലാഹു തആലയുടെ വചനം, വയസ്സായ ആളുകൾക്ക് നോമ്പ് പിടിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ അവർക്ക് തിരഞ്ഞെടുക്കാൻ രണ്ട് മാർഗ്ഗങ്ങളുണ്ട്. ഒന്ന് നോമ്പ് പിടിക്കുക, അതല്ലെങ്കിൽ പാവപ്പെട്ട ഒരാൾക്ക് ആഹാരം കൊടുക്കുക. അതായത് ഓരോ നോമ്പിനും ഒരു ദിവസത്തെ ആഹാരം കണക്കാക്കി. അൽ ബഖറ 184. ഇബ്നു ഉമറും സലമ ബിൻ അൽ അഖ്വയും പറയുന്നു, ഈ മോളി പറഞ്ഞ ആയത്തിൻ്റെ നിയമങ്ങൾ ക്യാൻസലായിപ്പോയി, അതിപ്പോൾ ഇല്ല.
കാരണം പിന്നീട് ഒരു ആയത്ത് അവതരിച്ചിട്ടുണ്ട്. അത് പറയുന്നത് റമളാൻ മാസത്തിൽ ആണ് ഖുർആൻ ഇറങ്ങിയത്. വീണ്ടും തുടരുന്നു, നിങ്ങളെ നാം നേർമാർഗം കാണിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ വഴി കാട്ടിയിരിക്കുന്നു, നിങ്ങൾ നന്ദി ഉള്ളവരായിരിക്കുന്നതിന് വേണ്ടി. രണ്ടാമത്തെ സൂറത്ത് 185 ആയത്ത്. وقال ابن عمر وسلمة ابن الأكوع نسختها شهر رمضان الذي أنزل فيه إلى قوله على ما هداكم ولعلكم تشكرون. البقرة 185. ഇബ്നു അബീ ലൈല വിശദീകരിക്കുന്നു, മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ പറഞ്ഞതായിട്ട്, ആദ്യം റമളാൻ മാസത്തിലെ നോമ്പ് അവരുടെ മേളിൽ നിയമമായി വന്നപ്പോൾ, ഇതൊരു ജീവിതകാലത്ത് നോമ്പ് പിടിക്കാത്ത ആളുകളാണ്, അപ്പോൾ അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അവർക്കത് താങ്ങാൻ പറ്റിയിരുന്നില്ല, പൂർത്തീകരിക്കാൻ പറ്റിയില്ല. ആരൊക്കെ ഒരു പാവപ്പെട്ട ആൾക്ക് ആഹാരം കൊടുത്തുവോ അവന് നോമ്പ് പിടിക്കണ്ടായിരുന്നു. ചിലർക്കൊക്കെ കഴിവുണ്ടായിരുന്നു പിടിക്കാനുള്ള, എന്നിട്ടും പിടിച്ചില്ല. അതങ്ങനെ ചെയ്യാൻ അവർക്ക് അനുവാദം ഉണ്ടായിരുന്നു. പക്ഷെ അത് പിന്നീട് എടുത്ത് കളഞ്ഞു ഈ ആയത്തിലൂടെ. നിങ്ങൾ നോമ്പ് പിടിക്കുക, അതാണ് നിങ്ങൾക്ക് നല്ലത്. രണ്ടാമത്തെ സൂറത്ത് 184 ആയത്ത്. അങ്ങനെ അവർക്ക് നോമ്പ് പിടിക്കാനുള്ള ഉത്തരവ് നൽകപ്പെട്ടു. ഇതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു, ഇത് രണ്ട് രീതിയിൽ വിശദീകരിക്കാവുന്നതാണ് ഈ ആയത്ത്. ഇതിന് ഇങ്ങനെയും അർത്ഥം വരാം, കഴിവുള്ള ആളുകൾ നോമ്പ് പിടിക്കുക, ആർക്കെങ്കിലും കഴിവുണ്ടായിട്ടും നോമ്പ് പിടിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ഫിദിയ കൊടുക്കുക, അങ്ങനെയും എടുക്കാം. പക്ഷേ പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിക്കുന്നത്, ഈ ആയത്തിൻ്റെ നിയമം പിന്നീട് ക്യാൻസലായി വേറൊരു ആയത്ത് ഇറങ്ങിയപ്പോൾ. അതിലൂടെ എല്ലാ മുസ്ലിങ്ങൾക്കും നോമ്പ് പിടിക്കൽ നിർബന്ധമാണ് എന്ന ഉത്തരവ് വരിക ഉണ്ടായി. അപ്പോൾ നോമ്പ് പിടിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ കഴിവുള്ളവർ പിടിക്കുക, അല്ലെങ്കിൽ കഴിവില്ലാത്തവർ പിടിക്കാതിരിക്കുക, കഴിവുള്ളവർക്കും ഫിദിയ കൊടുക്കാൻ, പിടിക്കാതിരിക്കാം, അങ്ങനെയൊന്നും ഇല്ല. പണ്ടതുണ്ടായിരുന്നു, ഇപ്പോൾ അത് ഇല്ല. മറ്റു ചില പണ്ഡിതന്മാർ ഈ ആയത്തിനെ ഇങ്ങനെയാണ് വിശദീകരിക്കുന്നത്, കഴിവ് ഉള്ളവർ നോമ്പ് പിടിക്കുക. ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആളുകൾ, അതായത് വയസ്സായതുകൊണ്ടോ അല്ലെങ്കിൽ സ്ത്രീകൾ, കുട്ടികൾക്ക് പാല് കൊടുക്കുന്ന സ്ത്രീകൾ, കുഞ്ഞു കുട്ടികളുള്ള സ്ത്രീകൾ, ഉമ്മമാർ, അവർക്കൊക്കെ ഒഴിവുണ്ട്. അവർക്ക് നോമ്പ് പിടിക്കാതിരിക്കുകയോ അതിന് പകരമായി ഫിദിയ പരിഹാരമായിട്ട് അല്ലെങ്കിൽ പ്രായശ്ചിത്തമായിട്ട് കൊടുക്കുകയോ ചെയ്യാവുന്നതാണ്. ഇബ്നു ഉമർ ആദ്യത്തെ വിധിയാണ് കൊടുക്കുന്നത്, പക്ഷേ ഇബ്നു അബ്ബാസ് രണ്ടാമത്തെ വിധിയാണ് ശരി എന്ന് കരുതുന്നു. ഫത്ഹുൽ ബാരിയിൽ കൂടുതൽ വിശദീകരണങ്ങളുണ്ട്. حدثنا ابن أبي ليلى حدثنا أصحاب محمد صلى الله عليه وسلم نزل رمضان فشق عليهم فكان من أطعم كل يوم مسكينا ترك الصوم ممن يطيقه ورخص لهم في ذلك فنسختها وأن تصوموا خير لكم فأمروا بالصوم. നാഫി വിശദീകരിക്കുന്നു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഈ ആയത്ത് ഓതി അവർക്ക് നോമ്പ് പിടിക്കാനോ അതല്ലെങ്കിൽ പാവപ്പെട്ട ആളുകളെ ഓരോ ദിവസവും എല്ലാ ദിവസവും ആഹാരം കൊടുക്കാനോ ഉള്ള സാഹചര്യത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാനുള്ള അവകാശം അല്ലെങ്കിൽ അതിനുള്ള കഴിവ് അവർക്കുണ്ടായിരുന്നു. പക്ഷേ ഈ ഉത്തരവ് പിന്നീട് ക്യാൻസലായി. അൻ നാഫിൻ അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഖറഅ കഫാറത്തുൻ ത്വാമു മസാകീൻ ഖാല ഹിയ മൻസൂഖത്തുൻ. റമളാൻ മാസത്തിലെ നഷ്ടപ്പെട്ട നോമ്പുകൾ എപ്പോഴാണ് പിടിച്ച് തീർക്കേണ്ടത്? മതാഉ ഖലാഉ റമളാൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, 1.5 ദിവസങ്ങളിൽ നോമ്പ് പിടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അല്ലാഹു തആലയുടെ വചനത്തിലൂടെ അങ്ങനെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ കാണിക്കുന്നു. എത്ര ദിവസം ആണോ നോമ്പ് നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ പിടിക്കാൻ പറ്റാതിരുന്നത്, അത്രയും ദിവസം നോമ്പ് പിടിക്കേണ്ടതാണ് മറ്റ് ദിവസങ്ങളിൽ. സഈദ് ഇബ്നുൽ മുസയ്യബ് വിശദീകരിക്കുന്നു, 10 നോമ്പുകൾ ദുൽഹജ്ജയിലെ സുന്നത്ത് നോമ്പുകൾ പിടിക്കാൻ പാടില്ല. റമളാനിൽ നിന്നുള്ള ഫർള് നോമ്പുകൾ ആർക്കെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ. ഇബ്രാഹിം പറയുന്നു, ആരെങ്കിലും ഒരു റമളാൻ മാസത്തിലെ നോമ്പ് വിട്ടുപോയത് അടുത്ത റമളാൻ മാസമായിട്ടും പിടിച്ച് വീട്ടിൽ തീർത്തിട്ടില്ലെങ്കിൽ അവൻ നോമ്പ് പിടിക്കുക, ആ രണ്ടാമത്തെ റമളാൻ മാസത്തിലുള്ള മുഴുവനും. അത് കഴിഞ്ഞിട്ട് തുടരുക, കഴിഞ്ഞ റമളാൻ മാസത്തിൽ വിട്ടുപോയത് പിടിക്കുക. തുടർച്ചയായിട്ട് പിടിക്കാനാണ് പറയുന്നത്. ഇബ്രാഹിം അതിന് പകരം ഫിദിയ കൊടുക്കണം അല്ലെങ്കിൽ പ്രായശ്ചിത്തമായ ആളുകൾക്ക് ആഹാരം കൊടുക്കണം എന്ന് വിചാരിക്കുന്നില്ല. അബൂ ഹുറൈറ വിശദീകരിക്കുന്നു, നേരിട്ട് അല്ലാതെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇബ്നു അബ്ബാസും പാവങ്ങൾക്ക് ആഹാരം കൊടുക്കണം എന്നായിരുന്നു
പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ അവരങ്ങനെയാണ് ചെയ്തിരുന്നത്. പക്ഷേ അള്ളാഹു പാവങ്ങൾക്ക് ആഹാരം കൊടുക്കുക എന്നുള്ളത് കൃത്യമായി എടുത്ത് പറയുന്നില്ല. പക്ഷേ ഇങ്ങനെയാണ് പറയുന്നത്, എത്രയാണോ അവൻ നോമ്പ് പിടിക്കാതിരുന്നത് അത്രയും മറ്റു ദിവസങ്ങളിൽ പിടിച്ച് വീട്ടുക. വഖാല ഇബ്നു അബ്ബാസിൻ ലാ ബഅസ അൻ യുഫറഖ ലിഖൗലില്ലാഹി തആല ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. വഖാല സഈദ് ഇബ്നുൽ മുസയ്യിബ് ഫീ സ്വൗമിൽ അശ്രി ലാ യസ്ലുഹു ഹത്താ യബ്ദഅ ബിറമളാന. വഖാല ഇബ്രാഹിമു ഇദാ ഫറത ഹത്താ ജാഅ റമളാനുൻ ആഖറു യസൂമുഹാ ولم يرى عليه إطعاما. ويذكر عن أبي هريرة مرسلا وعن أبي عباس أنه يطعم ولم يذكر الله تعالى الإطعام إنما قال فعدة من أيام أخر. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, ചിലപ്പോഴൊക്കെ കുറേ ദിവസങ്ങൾ എനിക്ക് നഷ്ടമാവാറുണ്ടായിരുന്നു റമളാൻ മാസത്തിൽ. പക്ഷെ അതിന് പകരമായിട്ട് എനിക്ക് ശഅബാനിൽ ആവുമ്പോഴത്തേക്കുമായിരുന്നു പിടിക്കാൻ പറ്റിയിരുന്നത്. അതിനു മുമ്പുള്ള സമയങ്ങളിൽ സമയം കിട്ടാറില്ലായിരുന്നു എന്ന്. അപ്പോൾ റിപ്പോർട്ടർമാരിൽ ഒരാളായ യഹ്യ വിശദീകരിക്കുന്നു, അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സേവിക്കുന്നതിൽ തിരക്കിലായിരുന്നു, അതുകൊണ്ടാണ് നോമ്പ് പിടിക്കാൻ പറ്റായിരുന്നത്. സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ തഖൂലു കാന യകൂനു അലയ്യ സ്വൗമു മിൻ റമളാനി ഫമാ അസ്തതിഉ അൻ അഖ്ദിയതു ഇല്ലാ ഫി ശഅബാൻ. ഖാല യഹ്യ അശ്ശുഗ്ലു മിനൽ നബിയ്യി ഔ ബിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആർത്തവത്തിലുള്ള സ്ത്രീകൾ നോമ്പും നമസ്കാരവും ഉപേക്ഷിക്കണം. അൽ ഹാഇദി തത്റുകു സ്വൗമ വസ്വലാത്ത്. അബൂ അസ്സിനാദ് വിശദീകരിക്കുന്നു, മിക്കപ്പോഴും സുന്നത്ത് അല്ലെങ്കിൽ ശരിയായ ചര്യ അല്ലെങ്കിൽ നബി ചര്യ അല്ലെങ്കിൽ മത രീതി എന്ന് പറയുന്നതും സത്യവും നേരെ ഒരേ വഴിക്കാവണം എന്നില്ല, രണ്ടും രണ്ട് വഴിക്ക് വരാൻ സാധ്യതയുണ്ട്, എതിരായി വരാൻ സാധ്യതയുണ്ട്. മുസ്ലിങ്ങൾക്ക് വേറൊരു മാർഗവും ഇല്ല സത്യത്തെ പിന്തുടരുക എന്നുള്ളതല്ലാതെ സുന്നത്തിനെയും പിന്തുടരുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതികളെ. അതിനുള്ള ഒരു ഉദാഹരണം ആണ് ആർത്തവത്തിലുള്ള സ്ത്രീകൾ നോമ്പ് പിടിക്കണം, നഷ്ടപ്പെട്ട അത്രയും നോമ്പുകൾ പിന്നീട്. പക്ഷേ നഷ്ടപ്പെട്ട നമസ്കാരങ്ങൾ തിരിച്ച് നമസ്കരിക്കേണ്ടതില്ല. وقال أبو الزنادي إن السنن ووجوه الحق لتأتي كثيرا على خلاف الرأي فما يجد المسلمون بدا من اتباعها من ذلك أن الحائض تقضي الصيام ولا تقضي الصلاة. അബൂ സഈദ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്ത്രീകൾ നമസ്കരിക്കാറില്ല എന്നുള്ളത് സത്യമല്ലേ, നോമ്പും പിടിക്കാറില്ല ആർത്തവത്തിലായിരിക്കുമ്പോൾ അത് അവളുടെ മതത്തിലുള്ള നഷ്ടം ആകുന്നു. അൻ അബീ സഈദ് റളിയല്ലാഹു അൻഹു ഖാല ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലൈസ ഇദാ ഹാദത് ലം തുസല്ലി വലം തസും ഫദാലിക മിൻ നുഖ്സാനി ദീനിഹാ. ആരെങ്കിലും മരിച്ചുപോയി, അവർ നോമ്പ് പിടിക്കണമായിരുന്നു, അപ്പോൾ റമളാൻ കഴിഞ്ഞിട്ടാണ് മരിച്ചത്, റമളാനിൽ നോമ്പ് പിടിക്കാൻ പറ്റിയില്ല, അതിന് പകരമായി ആർക്കെങ്കിലും നോമ്പ് പിടിക്കാമോ? മൻ മാത വഅലൈഹി സ്വൗമുൻ. അൽ ഹസൻ പറയുന്നു, മറ്റുള്ളവർക്ക് പിടിക്കാം. 30 ആളുകൾ ഒരുമിച്ച് ഒറ്റ ദിവസം ആ മരിച്ച ആൾക്ക് വേണ്ടി നോമ്പ് പിടിച്ചാൽ അത് മതിയാവുന്നതാണ്, അതായത് ആർക്കെങ്കിലും പകരമായി നോമ്പ് പിടിക്കാം. വഖാല അൽ ഹസനു ഇൻ സാമൻഹു 30 റജുലൻ യൗമൻ വാഹിദൻ ജാസ. ഇത് 30 പേരും കൂടെ ഒറ്റ ദിവസം തന്നെ നോമ്പ് പിടിച്ച് മൊത്തം മാസത്തെ നോമ്പ് കടം വീട്ടുന്ന പോലെ. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും മരിക്കുകയും അയാൾക്ക് നോമ്പ് നിർബന്ധമായിരുന്നു മരിക്കുന്നതിന് മുമ്പ്, അങ്ങനെ റമളാനിലെ നോമ്പുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ അവൻ്റെ രക്ഷാധികാരികൾ അല്ലെങ്കിൽ രക്ഷകർത്തൃത്വത്തിലുള്ള ആളുകൾ നോമ്പ് അവന് പകരമായി പിടിക്കണം. അൻ ആയിഷത റളിയല്ലാഹു അൻഹ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ മാത വഅലൈഹി സിയാമുൻ സാമ അൻഹു വലിയുഹു. അല്ലാഹു അഅലം. അല്ലാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.